ചേട്ടാ 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 ചോറ് കഴിച്ചായിരുന്നോ? നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ മരിച്ചവൻ്റെ വാർഷികം ഉണ്ട് കേട്ടോ. അച്ഛാ ചോറ് വേണോ? ബാഗിനകത്ത് വെച്ച് ചേട്ടാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു. മറ്റൊന്നുമല്ല, കുറേ പേർക്ക്, ഏകദേശം ഒരു 50ലധികം മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതായിരുന്നു ആ സന്തോഷം. ഏറെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ഈ ഭക്ഷണപ്പൊതികൾ വാങ്ങി നൽകിയത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ചരമവാർഷികമായിരുന്നു ഇന്ന്. കുറച്ച് ഭക്ഷണപ്പൊതി വാങ്ങിക്കൊടുത്താൽ ആളുകൾ വാങ്ങിക്കുമോ എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, അണ്ണൻ ധൈര്യമായി വാങ്ങിച്ചോ, ഞാൻ കൊടുത്തോളാം എന്ന്. അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ മുഴുവനും കൊടുത്തു തീരുകയും ചെയ്തു. പേര് പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ പേര് പറയാത്തത്. യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും മനസ്സിൽ തട്ടിയ കാഴ്ചയാണ് ഈ പൊരുവെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്ന ലോട്ടറി തൊഴിലാളികളുടേത്. പലപ്പോഴും ഉച്ചഭക്ഷണം പോലും അവർ കഴിക്കാറില്ല. ചോറുപൊതികൾ കൈ കിട്ടിയപ്പോൾ തന്നെ ആദ്യം മനസ്സിലോർത്തത് അവരെയാണ്. അവർക്ക് മാത്രമല്ല കേട്ടോ, അങ്ങനെ കുറേ പേർക്ക് കൊടുത്തു. മനസ്സും വയറും ഒരേപോലെ നിറഞ്ഞ ദിവസം തന്നെ എന്ന് പറയാം. നമ്മുടെയൊക്കെ വീടുകളിൽ ജന്മദിനങ്ങളോ ചരമവാർഷിക ചടങ്ങുകളോ ഒക്കെ നടത്തുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിനായി തെരുവിൽ അലയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരെ കൂടി ഒന്ന് ഓർക്കണേ. സത്യത്തിൽ ഒരുപാട് നന്മയുള്ള പ്രവൃത്തിയല്ലേ ഇത്? വയറ് നിറഞ്ഞിരിക്കുന്നവന് കൊടുക്കുന്നതിനേക്കാൾ പുണ്യം വിശന്നിരിക്കുന്നവർക്ക് കൊടുക്കുന്നതല്ലേ? മറ്റൊന്നും തോന്നല്ലേ? അതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ എടുത്തത്.